പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC മുംബൈ സിറ്റിയെ നേരിടും. പോയിന്റ് ടേബിളിൽ 2ഉം 3ഉം സ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ള ഈ ഒരു പോരാട്ടം തീ പാറുമെന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് മുംബൈ സിറ്റി മത്സരത്തെ കുറിച്ചാണ്. കൂടാതെ ഒരു ചെറിയ കാര്യം കൂടി പറയാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ വിജയം നേടിയതിനു ശേഷമാണിപ്പോൾ മുംബൈ സിറ്റി ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ ഒരുങ്ങുന്നത്. 10 മത്സരത്തിൽ നിന്നും 20 പോയിന്റുമായി പട്ടികയിൽ 2ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC നിലവിൽ ഉള്ളത്. 9 കളിയിൽ നിന്നും 19 പോയിന്റുമായി 3ാം സ്ഥാനത്താണ് മുംബൈ സിറ്റി നിലവിലുള്ളത്. കൂടാതെ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ആയി മാറിയിരിക്കുന്നത് മുംബൈ സിറ്റിയിലെ 4 താരങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടിയതോടെയാണ്. മുംബൈയുടെ പ്രധാന താരങ്ങളായ ആകാശ് മിശ്ര, ഗ്രേറ്റ് സ്റ്റുവാർട്ട്, വിക്രം പ്രതാപ് സിംഗ്, രാഹുൽ ബേക്കെ എന്നിവരാണ് ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ ഇറങ്ങാതിരിക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ മുംബൈയിലുണ്ടായിരുന്ന എവേ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് 2-1 എന്ന സ്കോറിനായിരുന്നു പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൂടാതെ മുംബൈ സിറ്റി ഇതുവരെ ഈ ഒരു സീസണിൽ തോൽവി അറിഞ്ഞിട്ട് പോലുമില്ല. കൊച്ചിയിൽ 6 മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരെണ്ണത്തിലും തോറ്റിട്ടുമില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഹോം മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ചെന്നൈ FCക്കെതിരെ 29-ാം തീയതിയായിരുന്നു. ഈ ഒരു മത്സരത്തിൽ 3-3 എന്ന സ്കോറിനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കളി അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ 2 എവേ മത്സരങ്ങൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ ഈ ഒരു ഹോം മത്സരത്തിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പഞ്ചാബ് FCക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ അഭാവം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചാബിനെതിരെ ദിമിത്രിയോസ് ഡയമന്റക്കോസിന്റെ പെനാൽറ്റിയിൽ നിന്നുമാണ് ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ദിമിത്രിയോസ് ഡയമന്റക്കോസുമായി ക്വാമി പെപ്രയും അടങ്ങുന്ന മുന്നേറ്റ നിരയുടെ പ്രകടനം ബ്ലാസ്റ്റേഴ്സിന്റെ ഗതി നിർണ്ണയിക്കും. ചുരുക്കി പറഞ്ഞാൽ ദിമിയും പെപ്രയുമായിരിക്കും കളിയുടെ ഗതി നിർണ്ണയിക്കുക എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സാധ്യത സ്റ്റാർട്ടിംഗ് 11ലേക്ക് ഒന്ന് കടക്കാം. ഗോൾ കീപ്പർ സ്ഥാനത്ത് സച്ചിൻ സുരേഷ് ഉണ്ടാവും. ഇനി ഡിഫൻസിലേക്ക് കടക്കുമ്പോൾ പ്രീതം കോട്ടാൽ, മിലോസ് ഡ്രിൻസിസ്, റൂയി ഹോർമിപ്പാം, മാർക്കോ ലെസ്കോവിച്ച്, നവോച്ച സിംഗ് എന്നിവരുണ്ടാവും. മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ KP രാഹുൽ, ഡൈസുകെ സക്കായ്, ഡാനിഷ് ഫാറൂഖ്, വിപിൻ മോഹനൻ, മുഹമ്മദ് ഐമൻ എന്നിവരും ഉണ്ടാവും. ഫോർവേഡിലേക്ക് കടക്കുമ്പോൾ ദിമിത്രിയോസ് ഡയമന്റക്കോസ്, ക്വാമി പെപ്ര എന്നിവരും അണിനിരക്കും. ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു മത്സരത്തെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് കടക്കാം. ആശാന്റെ വാക്കുകൾ ഇപ്രകാരം: ഒരു കായിക താരം എന്ന നിലയിൽ പിച്ചിൽ നല്ല കാര്യങ്ങൾ കാണാൻ ഒരു നല്ല കളി പ്രതീക്ഷിക്കുന്നു. കളിക്കാർ ആസ്വദിക്കുന്നു, പ്രത്യേകിച്ചും ക്രിസ്മസ് രാവ് ആയതുകൊണ്ട്. കൂടാതെ കളിക്കാർ വളരെയധികം പ്രചോദിതമായിരിക്കുമെന്നും പോയിന്റുകൾക്കായി പോരാടാനുള്ള അവരുടെ ഗുണങ്ങൾ കാണിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. കൂടാതെ കഴിഞ്ഞ 2.5 വർഷമായി ലൂണയും ലെസ്കോവിച്ചും മറ്റുള്ളവരും ബ്ലാസ്റ്റേഴ്സിൽ ഞങ്ങളുടെ അതുല്യമായ കളിശൈലിക്ക് സംഭാവന നൽകുന്നു. അതുകൊണ്ട് തന്നെ പ്രധാന കളിക്കാരെ നഷ്ടപ്പെടുന്നത് നികത്താനാവാത്തതാണ്. പക്ഷേ ഫുട്ബോളിൽ അതെല്ലാം സ്വാഭാവികവുമാണ്. കൂടാതെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് 90-95 മിനിറ്റ് പോരാടുന്നതിനും പോയിന്റുകൾ നേടുന്നതിനും ജോലി പൂർത്തിയാക്കുന്നതിനുമാണ്. പഞ്ചാബിനെതിരായ ഞങ്ങളുടെ സമീപകാലത്തെ മത്സരത്തിൽ കണ്ടതുപോലെ തന്നെ മാനേജ് ചെയ്യാനും പോയിന്റുകൾ നേടാനുമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇങ്ങനെയെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു മത്സരത്തെ കുറിച്ച് ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മുംബൈയുമായുള്ള മത്സരശേഷം സംഭവിച്ചത് ആരും മറന്നു കാണില്ല. പ്രബീർ ദാസിനെതിരെ നടന്ന കയ്യേറ്റവുമെല്ലാം അന്നത്തെ മത്സരം വേറെ മാനങ്ങളിലേക്കായിരുന്നു എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ അതിനെല്ലാം പ്രതികാരം ചെയ്യാൻ ഇറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും സംഘവും. എന്നാൽ ഈ ഒരു മത്സരം കാണാൻ പോകുന്ന ആരാധകർ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സ്റ്റേഡിയത്തും പരിസരത്തുമൊന്നും പൊതു പാർക്കിംഗ് ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല. കൂടാതെ കളി കാണാൻ പോകുന്നവർ മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള ISLനെ കുറിച്ചും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.